ഹാവ് എവരിവൺ, ഇന്ന് ഞാനൊരു കഫ്താൻ ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ റയോൺ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ചൂസ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെന്നുള്ളത് പേപ്പറിൽ കാണിക്കാം. ഫസ്റ്റ് വിഡ്ത്തിൽ നേരെ പകുതിയാക്കി മടക്കി കൊടുത്തു. എന്നിട്ട് ലെങ്ത്തിൽ വീണ്ടും മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈസി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അളവുകൾ മാർക്ക് ചെയ്യാം. ഈ ഡ്രസ്സിൽ നമ്മൾ സ്ലീവ് ഇതിന്റെ കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷോൾഡർ സാധാരണ എത്രയാണോ എടുക്കാറുള്ളത് അതിൽ നിന്ന് തയ്യൽ തുമ്പായ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നോർമലി 7.5 ഇഞ്ചസ് ആണ് ഷോൾഡർ മാർക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ 7 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന റയോൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 3/4 സ്ലീവ് മാത്രമേ കിട്ടുള്ളൂ. എനിക്കിനി ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 56 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന മെറ്റീരിയൽ ആണ് എടുക്കേണ്ടത്. ഞാൻ കപ്പ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. സ്ലീവിന്റെ ലെങ്ത് ഇപ്പോൾ എനിക്ക് 15 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. 2 ഇഞ്ചാണ് കഫിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ചസ് ആണ് സ്ലീവിന്റെ ലെങ്ത് ഉണ്ടാവുന്നത്. തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് ഞാൻ 40 ഇഞ്ചസിലാണ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഓപ്പണിംഗ് മാർക്ക് ചെയ്യാം. അപ്പോൾ 17 ഇഞ്ചസ് എന്ന് പറയുമ്പോൾ സ്ലീവ് ലെങ്ത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരാം. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് നോക്കിയപ്പോൾ 10 ഇഞ്ചസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പകുതി 5 ഇഞ്ചസ് ആണ്. അതിന്റെ 2 or 3 ഇരട്ടി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 12 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഞാൻ 7 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താവ് വീതി മാർക്ക് ചെയ്യാം. നിങ്ങൾ ഒരു XL XXL സൈസിൽ വരുന്നവരാണെങ്കിൽ 14 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. മീഡിയം അല്ലെങ്കിൽ ആദ്യ സൈസിൽ വരുന്നവരാണെങ്കിൽ 30 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ താവിന്റെ മാർക്കിങ്ങിൽ നിന്നും 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത് 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ എത്രയാണ് മാർക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. നെക്കിന് റൗണ്ട് ഷേപ്പാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതും റൗണ്ട് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അളവുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് ലെങ്ത് കുറഞ്ഞ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ട് പീസ് മാത്രമായിട്ട് പിടിച്ചിട്ട് ഫ്രണ്ട് നെക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന പീസിൽ നിന്നും നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കഫ് സ്ലീവിന് പകരം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇതിന്റെ അറ്റം മടക്കി തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് കടത്തി ഇട്ടാൽ മതി. കഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് എടുത്തത്. സ്ലീവ് ഓപ്പണിംഗ് നോക്കിയപ്പോൾ നമുക്ക് 10 ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പകുതി 5 ഇഞ്ചാണ്. അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ചിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി ക്യാൻവാസ് മെറ്റീരിയലിന്റെ ഉൾവശത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്യുമ്പോൾ ഈ അറ്റത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കണം. നിങ്ങളെടുത്ത ക്യാൻവാസിന്റെ വിഡ്ത്ത് എത്രയാണോ അതിനോട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയ വിഡ്ത്ത് മുകൾ ഭാഗത്തും ഉണ്ടായിരിക്കണം. ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സൈഡിലുള്ള എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാണ്. എന്നിട്ട് ഇതുപോലെ ക്യാൻവാസ് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ എക്സ്ട്രാ മെറ്റീരിയൽ കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത കഫ്താൻ നൈറ്റിയുടെ വീഡിയോയിൽ ഞാൻ നെക്കിന്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സ്ലീവിന്റെ അറ്റം ലോങ് സ്റ്റിച്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ത്രെഡ് വലിച്ചിട്ട് പ്ലീറ്റ്സ് ആക്കി മാറ്റി കൊടുക്കാം. ത്രെഡ് വലിച്ചിട്ട് ഈ കഫിന്റെ ലെങ്തിനോട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ നല്ല വശത്തിനോട് ക്യാൻവാസ് ഇല്ലാത്ത ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എക്സ്ട്രാ 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ പ്ലീറ്റ്സിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എനിക്കിത് പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്ലീവ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ ഫ്രണ്ട് ഓപ്പണും ഷർട്ട് കോളറും വെച്ച് ചെയ്താൽ അടിപൊളി കഫ്താൻ ഷർട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനിങ്ങനെ നിവർത്തി വെച്ച് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.